എല്ലാവർക്കും മിതഹാര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോസ് കൂടുതലും വെയ്റ്റ് ലോസ്, ഫുഡ് റിലേറ്റഡ്, ഡയറ്റ് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മെറ്റബോളിസം എങ്ങനെ കൂട്ടാം. ഒത്തിരി വണ്ണം വച്ചിരിക്കുന്നവരുടെയൊക്കെ ഒരു മെയിൻ പ്രശ്നമാണ് മെറ്റബോളിസം കുറവായിരിക്കും. നമുക്ക് തന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എടുത്താൽ തന്നെ നമുക്കറിയാം, ചിലർ ഒത്തിരി കഴിക്കും പക്ഷേ അവർ മെലിഞ്ഞിട്ടായിരിക്കുന്നത്. ചിലർ വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ പക്ഷേ അവർ പെട്ടെന്ന് തടി വെക്കും. അതിൻ്റെ പിന്നിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് മെറ്റബോളിസം. അപ്പം നമ്മുടെ മെറ്റബോളിസം എങ്ങനെ കൂട്ടാം, മെറ്റബോളിസം കൂട്ടിയിട്ട് എങ്ങനെ വണ്ണം കുറയാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. മെറ്റബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ആ കലോറീസിനെ നമുക്ക് ഉപയോഗപ്രദമായ എനർജിയാക്കി മാറ്റുക. അതാണ് ഒരു മെറ്റബോളിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കലോറീസിനെ എനർജിയാക്കി മാറ്റുന്ന പ്രക്രിയ. അത് ചില ആൾക്കാർക്ക് സ്ലോ ആയിരിക്കും, ചില ആൾക്കാർക്ക് നല്ല കൂടുതലായിരിക്കും. അങ്ങനെ മെറ്റബോളിസം കുറവുള്ളവരാണ് വളരെ കുറച്ച് കഴിച്ചാലും വണ്ണം വച്ചിരിക്കുന്നത്. നല്ല മെറ്റബോളിസം ഉള്ളവരാണ് ദൂരം കഴിച്ചാലും മെലിഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കെങ്ങനെ നമ്മുടെ മെറ്റബോളിസം ലെവൽ കൂട്ടാം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മെറ്റബോളിസം കുറയും, എന്താണ് മെറ്റബോളിക് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നമ്മൾക്ക് പുവർ മെറ്റബോളിസം അല്ലെങ്കിൽ ലോ മെറ്റബോളിസം ആണോ ഉള്ളതെങ്കിൽ നമ്മൾ വണ്ണം വെക്കുന്നത് മാത്രമല്ല, നമ്മുടെ എനർജി ലെവൽ ഭയങ്കര കുറവായിരിക്കും. അതുപോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവറും നല്ല കുറവായിരിക്കും. നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ലേഡീസിനാണെങ്കിൽ പീരിയഡ്സ് ഇറഗുലർ ആയിരിക്കും. അതുപോലെ ഫെർട്ടിലിറ്റി അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടമാനം ക്ഷീണമായിരിക്കും അങ്ങനെയുള്ളവർക്ക്. പിന്നെ നമ്മുടെ തിൻ ഹെയർ ആയിരിക്കും. അതുപോലെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ പുവറായിരിക്കും. പിന്നെ ബ്ലോട്ടിങ്, ഇൻഫ്ലമേഷൻസ് ഒക്കെ എപ്പോഴും ഉണ്ടാകും. എന്ത് കഴിച്ചാലും നമുക്ക് നല്ലപോലെ പ്രോപ്പറായിട്ട് ദഹിക്കുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാകും. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കും. അതുപോലെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് ഭയങ്കര പുവറായിരിക്കും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ മെറ്റബോളിസം പുവറാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. വെയിറ്റ് ഗെയിൻ മാത്രമല്ല, ഒന്നാമത്തെ പോയിൻ്റാണ് വെയിറ്റ് ഗെയിൻ. അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളും ഇവ ഉണ്ടാക്കുന്നുണ്ട്. പുവർ മെറ്റബോളിസത്തിന് പലപ്പോഴും നമ്മൾ തന്നെ കാരണമാവുന്നുണ്ട്. ഒന്ന്, നമ്മൾ വളരെ കുറച്ച് ആഹാരം കഴിക്കുന്നത്, ലോ കാലറി ഡയറ്റ്. നമുക്കൊരു ദിവസം എത്ര കാലറി വേണമെന്ന് നമ്മുടെ BMR വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് വെച്ച് നമുക്ക് എത്ര കാലറി നമുക്ക് വേണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയാണെന്നും പറഞ്ഞ് തീരെ കുറവ് കാലറി കഴിക്കുമ്പോൾ നമ്മുടെ മെറ്റബോളിക് റേറ്റ് അത് കുറയും. നമ്മൾ ക്രമേണ പെട്ടെന്ന് ഭക്ഷണം കുറവ് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ വണ്ണം കുറയും, പക്ഷേ അത് അതേപടി തന്നെ തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കലോറി കുറച്ച് ഡയറ്റ് എടുക്കുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട എനർജിയൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഡയറ്റ് ചാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഉറക്കം നല്ലതുപോലെ ഇല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസം കുറയും. അതുപോലെ സ്ട്രെസ്സ്, കോർട്ടിസോൾ ലെവലൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ ഉള്ളവർക്ക് മെറ്റബോളിക് റേറ്റ് കുറവായിരിക്കും. പിന്നെ കഴിക്കുന്ന ആഹാരം പുവർ ക്വാളിറ്റി ഫുഡാണെങ്കിൽ, ഇപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടി നമ്മുടെ ഒരു ട്രെൻഡ് ഇപ്പം നമ്മുടെ നിലവിലുണ്ട് യൂട്യൂബിൽ. ആദ്യത്തിൽ തന്നെ കഴിക്കുന്ന പകുതി ആഹാരം നമുക്ക് വേണ്ട ആഹാരം ചെല്ലുന്നില്ല. ആർക്ക് വേണമെങ്കിൽ കുറച്ച് ഭക്ഷണം കുറച്ച് കഴിഞ്ഞ് മെലിയാൻ പറ്റും. പക്ഷേ നമുക്ക് ബാലൻസ് ചെയ്തിട്ടല്ല പല ഡയറ്റുകളും വരുന്നത്. ആദ്യത്തിൽ തന്നെ പുവർ ക്വാളിറ്റി ഫുഡാണ് പലപ്പോഴും നമ്മൾ കഴിക്കുന്നത്. അതായത് നമുക്ക് വേണ്ട പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും അതിലുണ്ടാകില്ല. നമ്മൾ വണ്ണം കുറയുമായിരിക്കും 10-30 ദിവസം കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ മുടി കൊഴിയും, സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറും, വൈറ്റമിൻ ഡി, കാൽസ്യം ഒക്കെ കുറഞ്ഞു പോകും. അത് പിന്നീട് നമുക്ക് ഒത്തിരി പ്രശ്നത്തിലേക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ബാലൻസ്ഡ് ഡയറ്റാണോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ ജങ്ക് ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് മെറ്റബോളിക് റേറ്റ് കുറവായിരിക്കും. പിന്നെ ലോ ആക്ടിവിറ്റി ലെവൽ, നമ്മളൊട്ടും അനങ്ങുന്നില്ല, നമ്മളൊട്ടും ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റബോളിക് റേറ്റ് കുറവായിരിക്കും. പിന്നെ ഓവർ ഈറ്റിംഗ്, പിന്നെ കണ്ടമാനം ഇരുന്ന് കഴിക്കുന്നവർക്കും വാരി വലിച്ച് കഴിക്കുന്നവർക്ക് മെറ്റബോളിക് റേറ്റ് പുവർ മെറ്റബോളിസം ആയിരിക്കും. മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് ഒന്നാമതായിട്ട് വാട്ടർ. അത് നോർമൽ വാട്ടറാണ്. ഡീഹൈഡ്രേഷൻ, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് വെള്ളം ഇല്ലാത്ത അവസ്ഥ നമ്മുടെ മെറ്റബോളിക് റേറ്റ് പലപ്പോഴും കുറയ്ക്കാറുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വണ്ണം കുറയുന്നു പറഞ്ഞിട്ട് ഒത്തിരി വെള്ളം കുടിക്കാൻ, ഒരു ദിവസം 5 ലിറ്റർ 6 ലിറ്റർ വെള്ളം കുടിക്കാനൊക്കെ പറയുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് വാട്ടർ ഇൻടോക്സിക്കേഷന് കാരണമാകത്തേ ഉള്ളൂ. ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കുക. വെള്ളം
മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ആഡ്വക്കേറ്റ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കും. ഇപ്പോഴത്തെ വെയിറ്റ് ലോസ് വീഡിയോയിൽ പലതിലും ഞാൻ കണ്ടിട്ടുണ്ട് പ്രോട്ടീൻ്റെ അളവ് ഭയങ്കര കുറവാണ്. പ്രോട്ടീൻ ലോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ണം കുറയുന്ന ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് നമ്മുടെ മസിൽ മാസ് ആയിരിക്കും നഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും നമ്മൾ വണ്ണം കുറഞ്ഞു എന്ന്. പക്ഷേ പ്രോട്ടീൻ ആവശ്യത്തിന് നമ്മൾ ഏത് വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോഴും നമ്മുടെ ബോഡി വെയ്റ്റിന് വേണ്ട അത്ര ഗ്രാം പ്രോട്ടീൻ നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ അതിൻ്റെ പ്രോട്ടീൻ എമൗണ്ട് ഇട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഇട്ടവരോട് ചോദിക്കുക എത്ര പ്രോട്ടീൻ വേണം. കാരണം പ്രോട്ടീൻ ബാലൻസ് ചെയ്ത് കഴിച്ചില്ലെങ്കിൽ മെറ്റബോളിക് റേറ്റ് കുറയും. ചിയാ സീഡും ഫ്ലാക്സ് സീഡും ഒക്കെ ഫൈബർ കണ്ടൻ്റ് ഉണ്ട്, സിങ്ക് കണ്ടൻ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. പിന്നെ ആൽമണ്ട്സ്, അതായത് നമ്മുടെ ബദാം. പിന്നെ ഗ്രീൻ ടീ കുടിക്കുന്നത് മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കും. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം, അതായത് നിങ്ങൾ ഒരിക്കലും മീൽസിനൊപ്പം ഗ്രീൻ ടീ കുടിക്കരുത്. അതിന് മുൻപോ അതിന് ശേഷമോ കുടിക്കാവുള്ളൂ. അത് 2 കപ്പ് പെർ ഡേ ആണ് അതിൻ്റെ ലിമിറ്റ്. പിന്നെ പ്രോബയോട്ടിക് ഫുഡ് മെറ്റബോളിക് റേറ്റ് കൂട്ടും. നമ്മുടെ തൈര്, യോഗേർട്ട്, ആപ്പിൾ സീഡർ വിനെഗർ അതൊക്കെ നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ മുഴുവൻ മുട്ട, വെള്ള മാത്രമല്ല, മുട്ട ഒരു 2 എണ്ണത്തിക്കുള്ള ഡെയിലി കഴിക്കാൻ പറയത്തില്ല. ഒരു മുട്ടയാണെങ്കിലും മുട്ട നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മുടെ ഹെർബ്സും സ്പൈസസിലും വരുന്ന അയമോദകം, സിന്നമോൺ, ജീരകം, ടർമറിക്, ഉലുവ, ചില്ലി, പെപ്പർ ഇതൊക്കെ നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കുന്നവയാണ്. പക്ഷേ അതൊന്നും ഒരു പരിധി കൂടുതൽ കഴിക്കരുത്. വളരെ എനിക്കൊരു ലിമിറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ആരോഗ്യം അനുസരിച്ച് നമ്മളത് കഴിക്കുക. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അത് മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ നമ്മളെ സഹായിക്കും. പിന്നെ സിട്രസ് ഫ്രൂട്ട്, നാരങ്ങ, ഓറഞ്ച് അതൊക്കെ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കുക്കിംഗ് ഓയിൽ. നമ്മുടെ കോക്കനട്ട് ഓയിലിന് മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ കോക്കനട്ട് ഓയിൽ വണ്ണം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കണ്ടിട്ടില്ലാത്തവർ കാണുക. കോക്കനട്ട് ഓയിൽ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഭക്ഷണമാണ് കോക്കനട്ട് ഓയിൽ. നമ്മുടെ പ്രായം, ഹൈറ്റ്, ബോഡി കമ്പോസിഷൻ, ന്യൂട്രീഷൻ, ഹോർമോൺസ്, പ്രോലോങ്ഡ് ഡിസീസ്, ജെൻഡർ ഒക്കെ നമ്മുടെ മെറ്റബോളിക് റേറ്റിനെ ബാധിക്കും. ഒരു 40 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു വരും. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മെറ്റബോളിക് റേറ്റ് കുറയാം, എന്തൊക്കെ ഭക്ഷണങ്ങൾ മെറ്റബോളിക് റേറ്റ് കൂട്ടും എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വണ്ണം മാത്രം കുറഞ്ഞിട്ട് ബാക്കി ഡെഫിഷ്യൻസീസിന് അത് കാരണവും. പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ടി വരും മെഡിസിൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് എന്താണെങ്കിലും ഏത് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോഴും ആ വീഡിയോ ഇടുന്നവരുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ അടുത്ത് ചോദിക്കുക നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഡൗട്ട്സുകളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്